ഹായ് ഓൾ, എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് സെൽ റിയാക്ഷൻ ആൻഡ് നോൺ സ്റ്റിക് ഇക്വേഷൻ ഫോർ ദ ഫോളോയിങ് സെൽ. അപ്പോൾ നമുക്ക് സെൽ റിയാക്ഷൻ എഴുതണം, സെൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ സെൽ റിയാക്ഷൻ എങ്ങനെയാണ് എഴുതേണ്ടത്? നമുക്കറിയാം നിക്കൽ എന്തായിട്ട് മാറി, Ni2+ ആയിട്ട് മാറി അല്ലേ. അപ്പോൾ 2 ഇലക്ട്രോൺസ് റിലീസ് ചെയ്തിട്ടാണ് നിക്കൽ Ni2+ ആയത്. അപ്പോൾ Ag എന്ത് ചെയ്യും? ഒരു Ag പ്ലസ് ഒരു ഇലക്ട്രോൺ മേടിച്ച് Ag ആകും. അപ്പോൾ നിക്കൽ റിലീസ് ചെയ്ത 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യണം? 2Ag പ്ലസ് 2 ഇലക്ട്രോൺസ് മേടിച്ച് 2Ag ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മൾ സെൽ റിയാക്ഷൻ എഴുതുമ്പം സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ സെൽ റിപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻസ് വേണ്ട. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇ സെൽ എഴുതണം അല്ലേ, അതായത് നോൺ സ്റ്റിക് ഇക്വേഷൻ എഴുതണം. അപ്പോൾ നമുക്കറിയാം ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ 2 ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പോൾ ബൈ 2 ലോഗ് എന്ത് ചെയ്യണം? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ എന്ത് ചെയ്യാം? നിക്കൽ 2+ൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ Eg+ൻ്റെ കോൺസെൻട്രേഷൻ. ഇക്വേഷൻ കംപ്ലീറ്റ് ആയോ? ഇല്ല അല്ലേ. എന്ത് ചെയ്യണം? ഈ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻറ്റിൻ്റെ പവർ ആയിട്ട് റേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇ സെല്ലിൻ്റെ ഇക്വേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇ സെൽ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, അതെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ.